ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കട്ടിംഗ് ലിസ്റ്റിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് വെർഷൻ എന്ന രീതിയിൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നത് ഒരു വാർഡ്രോബാണ്. ഒരു ഡമ്മിയൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കംപ്ലീറ്റഡ് വാർഡ്രോബിൻ്റെ മോഡലാണ് ഈ കാണുന്നത്. ബാക്ക് പാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അകത്ത് ലോഫ്റ്റ് ആണെങ്കിലും അതുപോലെ ബാക്കിയുള്ള ഭാഗത്താണെങ്കിലും നമ്മൾ തട്ടുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ എല്ലാം കമ്പോണൻ്റാണ്. നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ പാർട്ടിനൊക്കെ പേര് കൊടുത്തിട്ടുണ്ട്. ചില പാർട്ടൊക്കെ ഞാൻ കോപ്പി എടുത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ക്വാണ്ടിറ്റി രണ്ടായിട്ടൊക്കെ കാണിക്കും. അപ്പോൾ നമ്മൾ ഒരേ സാധനത്തിന് കോപ്പി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ രണ്ടെണ്ണം എന്ന് ക്വാണ്ടിറ്റി കാണിക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ ചെയ്തു. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഈ ഒരു ഷട്ടർ ലോഫ്റ്റ് എന്നാണ് എൻ്റെ പേര്. ഈ ഒരു പീസ് എടുത്തു കഴിഞ്ഞാലും ഷട്ടർ ലോഫ്റ്റിന് തന്നെയാണ് കാണിക്കുന്നത്. അതായത് ഈ സെയിം പീസ് കോപ്പി ചെയ്ത് അപ്പുറം വെച്ചിരിക്കുന്നതാണ് എന്ന്. ഓക്കെ, പിന്നെ ഇവിടെ ഞാൻ ഡമ്മി ഉണ്ട്, ലോഫ്റ്റിൻ്റെ ഡമ്മി ഇപ്പുറത്തുണ്ട്. ഇത് ഞാൻ കോപ്പി വെച്ചാൽ സെയിം പേരിൽ ഞാൻ എടുത്ത് കമ്പോണൻ്റ് ആക്കി എന്നുള്ളൂ. പക്ഷെ കോപ്പി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്താ പറയുക ക്വാണ്ടിറ്റി രണ്ടായിട്ട് കാണിക്കത്തുള്ളൂ ഒരു സാധനത്തിന്. അത് രണ്ടെന്നല്ല, എത്ര കോപ്പി വയ്ക്കുന്നോ അത്രയും ക്വാണ്ടിറ്റി ഒറ്റയടിക്ക് കാണിക്കും. അത് വേണമെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിളിന് ഞാൻ ഈ രണ്ട് ഡമ്മി മാത്രം ഞാൻ ഇവിടെ ജനറേറ്റ് പാർട്ട് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, എനിക്ക് ഒരേ പേരിൽ രണ്ടെണ്ണം വന്നിരിക്കുന്നു. ഓക്കെ, കാലം ഒന്ന് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇതിനെ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഈ ഡമ്മീനെ പിടിച്ചിട്ട് അപ്പുറത്തോണ്ട് വെക്കുകയെന്ന് വിചാരിക്കാം, കോപ്പി എടുത്തിട്ട്. ഓക്കെ, ഇനി ഞാൻ ഈ രണ്ടിനും സെലക്ട് ചെയ്യുക, ഒന്ന് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഡമ്മി ലോഫ്റ്റ് എന്ന പേരിൽ ക്വാണ്ടിറ്റി രണ്ടായി. അത് രണ്ടെന്നല്ല, എനിക്കിനി ഒരെണ്ണം കൂടി വേണം. ഞാനൊരു ഇപ്പോൾ മൊത്തം 4 എണ്ണം ആവും. കണ്ടോ, 1 2 3 4. ഞാനത് പാർട്സ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡമ്മി ലോഫ്റ്റ് എന്ന പേരിൽ എനിക്ക് 4 ക്വാണ്ടിറ്റി കിട്ടി. എന്നോടൊരു ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പീസിനെ ഒരു സൈസുള്ള പീസ് 12 എണ്ണം വേണം, പക്ഷേ എനിക്ക് 12 എണ്ണമായിട്ട് ലിസ്റ്റായിട്ട് വരാതെ ക്വാണ്ടിറ്റി എണ്ണം കൂട്ടി കിട്ടാനായിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതാണ് ഈ മെത്തേഡ്. ഒരു സാധനത്തെ തന്നെ മൾട്ടിപ്പിൾ കോപ്പീസ് ആക്കി എടുത്ത് വെച്ചിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്താൽ അങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അതാണ് ആ ഒരു പറയാനുള്ളൊരു കാര്യം. പിന്നെ ഇപ്പോൾ ഞാനിവിടെ തുറന്ന് കാണിച്ചതൊരു പ്ലഗിനാട്ടോ, നമുക്കത് വേറൊരു വീഡിയോയിൽ കാണാം തുറന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ ഓക്കെ, നമ്മളിതിനെ ഒന്ന് ജനറേറ്റ് ചെയ്യാൻ പോകാം കട്ടിംഗ് ലിസ്റ്റ്. അപ്പോൾ നമ്മൾ കട്ടിംഗ് ലിസ്റ്റ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യുന്നത് മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതേപോലെ കമ്പോണൻ്റ് ആക്കി വയ്ക്കുന്നു ഓരോ പീസിനെ. എന്നിട്ട് ജനറേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മളെ മെറ്റീരിയൽ തീരുമാനിക്കണം. അപ്പം ഞാൻ ഇപ്പോൾ ഈ ഒരു വാർഡ്രോബ് ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇതാണ് ആ വാർഡ്രോബ് വരുന്നത്. കണ്ടോ, താഴെ സ്കർട്ടിങ് ഉണ്ട്, വുഡനാണ്. 2 ഷട്ടർ വുഡനാണ്. സൈഡിൽ ഡമ്മി 2 വുഡനാണ്. മുകളിലുള്ള ഗ്രേ, നമ്മുടെ ലോഫ്റ്റിൻ്റെ ഭാഗം സിൽവർ ഗ്രേ എന്ന് പറയുന്ന ലാമിനേറ്റിലാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഷട്ടറുകളുണ്ടല്ലോ, നമുക്ക് തുറന്നിട്ട് കാണിച്ചു. ഈ ഷട്ടറുകൾ നമുക്കെല്ലാം HDF അടിക്കാം. അകത്തുള്ള ബാക്കിയെല്ലാം പ്ലൈവുഡിലടിക്കാം. പിന്നെ ഈ പുറകിൽ ഈ ബാക്ക് പാനലൊക്കെ 8 mm മൾട്ടിവുഡിലടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 3 എന്താ പറയുക സ്റ്റോക്ക് ഷീറ്റ് എന്ന് പറയാം. 3 ഷീറ്റാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യം വരാം. 3 തരം മെറ്റീരിയൽ, അതായത് പ്ലൈവുഡ്, 16 mm പ്ലൈവുഡ്, 16 mm HDF, അതുപോലെ തന്നെ 8 mm ബാക്ക് പാനലിൻ്റെ മൾട്ടിവുഡ് 8 mm. ഓക്കെ, ഞാൻ പക്ഷേ മോഡൽ ചെയ്തിരിക്കുന്നതൊക്കെ ഞാൻ ഇവിടെ മോഡൽ ചെയ്തിരിക്കുന്നത് 18 mm. അതെന്താണെന്ന് വെച്ചാൽ 16 mm പ്ലൈവുഡിൻ്റെ ഒരു 2 സൈഡ് 2 ഫേസിലും നമ്മൾ മൈക്ക ഷീറ്റ് ലാമിനേറ്റ് ഒട്ടിച്ച് കഴിയുമ്പോൾ അത് 18 mm ആവും. 1 mm ഷീറ്റ് അപ്പുറം ഒട്ടിച്ചാൽ 18 mm ആവും. അതുപോലെ ബാക്ക് പാനൽ ഞാൻ മോഡൽ ചെയ്തിരിക്കുന്നത് 9 mm. ഞാൻ കാണിച്ചു തരാം. 9 mm. ഇത് 8 mm കിടക്കുന്ന കാര്യം ചെയ്യാം. 9 mm, 1 mm കൂടി കൂട്ടണം, 0.1. അതുപോലെ നമുക്കിവിടെ താഴത്തേയും കൂടി നമുക്കൊരു ഇത് നടന്ന് നോക്കട്ടെ. 8 mm. അപ്പോൾ ഇതും കൂടി 0.1 കൂട്ടുക, 9 mm. ഓക്കെ,
അപ്പോൾ നമ്മൾ 8 mm മൾട്ടിവുഡിൻ്റെ ഒരു ഫേസ്, അതായത് ഈ നമ്മൾ ഈ കാണുന്ന ഫേസ് മാത്രം, നമ്മൾ ശരിക്കും പുറകിൽ മതിലിനോട് ചേർന്ന് പോകും, ചുമരിനോട് ചേർന്ന് പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫേസിനകത്ത് നമ്മൾ മൈക്ക് ഒട്ടിച്ചാൽ മതി. 8 mm ഷീറ്റ് 1 mm ഒട്ടിക്കുമ്പോൾ അത് 9 mm ആവും. ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ആദ്യം മെറ്റീരിയൽ റേറ്റ് ചെയ്യാം. പറഞ്ഞത്ര 16 mm HDF ആണ് ഷട്ടറുകൾക്ക്. അകത്തെ പാർട്ടീഷൻ വരുന്ന എല്ലാത്തിനും നമുക്ക് പ്ലൈവുഡിലടിക്കാം 16 mm തന്നെ. അതുപോലെ ബാക്ക് പാനലിൽ 8 mm മൾട്ടിവുഡിലടിക്കാം. അപ്പോൾ നമുക്ക് ആ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് മൈക്ക ഷീറ്റും ക്രിയേറ്റ് ചെയ്യണം, പിന്നെ എഡ്ജ് ബാൻഡും ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്കത് നോക്കാം. മെറ്റീരിയൽ നമ്മൾ പോയിട്ട് ന്യൂ മെറ്റീരിയൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കൊടുക്കണം പേര്. ഞാൻ 16 mm വുഡ് എന്ന് കൊടുക്കുന്നു. ഒരു കളർ കൊടുക്കണം അതിന്, എന്തെങ്കിലും ഒരു ഡാർക്ക് കളർ ഇരിക്കട്ടെ. ടൈപ്പ് ഷീറ്റ് ഗുഡ്സ്. ഓക്കെ, മറക്കരുത്, നമ്മുടെ മെറ്റീരിയലെല്ലാം ഷീറ്റ് ഗുഡ്സ് ആയിരിക്കണം. മൈക്ക ഷീറ്റെല്ലാം വെർണിയറിൽ കൊടുക്കണം, എഡ്ജ് ബാൻഡിങ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഷീറ്റ് ഗുഡ്സ് കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ തിക്നെസ്, സ്റ്റാൻഡേർഡ് തിക്നെസ് എത്രയാണ് എന്നവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെത്ര 16 mm അല്ലേ, അപ്പോൾ അത് മാത്രം സെലക്ട് ചെയ്യുക. 16 mm മാത്രം വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ 16 mm ഇടാൻ പറ്റും, അതിന് പകരം ഉള്ളത് എടുക്കാം 16 mm. പിന്നെ സ്റ്റാൻഡേർഡ് സൈസ് നമ്മൾ 8 x 4 പ്ലൈവുഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് എത്രയാണോ അത് കൊടുക്കുന്നു. ഇതാണ് സൈസ്. നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് എൻ്റെ എക്സ് 1200 mm എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. നമുക്ക് ടൈപ്പ് ചെയ്യാതെ എടുക്കാം. പിന്നെ ഗ്രെയിൻ ഓറിയൻറ്റേഷൻ, ഗ്രെയിൻ ഫോളോസ് ലെങ്ത്ത് കൊടുക്കുക. അതുകൊണ്ട് നമ്മുടെ വുഡിൻ്റെ ഒരു പ്ലൈവുഡ് ഇത് മൈക്കാണെങ്കിൽ വുഡ് ഗ്രെയിൻസ് എങ്ങനെ വേണം, പിന്നെ ഗ്രെയിൻ ഇല്ലാത്ത വേണോ അതോ ഗ്രെയിൻ ലെങ്ത് വൈസ് ഫോളോ ചെയ്യണോ എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യും, പ്രീസെറ്റ് ഒന്നും വേണ്ട തൽക്കാലം. പ്രീസെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് പ്രീസെറ്റുകൾ സേവ് ചെയ്യാം. ഇപ്പം ഞാൻ കാണിച്ചുതരാം. ന്യൂ പ്രീസെറ്റ് എന്ന് കൊടുത്തിട്ട് 16 mm വുഡ് പ്ലേ. ഇപ്പം എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് പിന്നെ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ പ്രീസെറ്റിൽ കിടക്കും. 16 mm വുഡ് പ്ലേ എന്നിവിടെ കിടക്കും. അതാകുമ്പോൾ എപ്പോഴും നമ്മളിത് വന്നിട്ട് കളറും പേരും ഷീറ്റ് ഗുഡ്സും സൈസും ഒന്നും അടിച്ചു കൊടുക്കാൻ നിൽക്കണ്ട, പ്രീസെറ്റ് ഉണ്ടാക്കിയിട്ടാൽ മതി. ഓക്കെ, ക്രിയേറ്റ് ചെയ്യുന്നു. വുഡ് പ്ലേ വന്നു. അടുത്തത് നമുക്ക് എന്താ വേണ്ടേ, 16 mm HDF വേണം. 16 mm HDF ഒരു പച്ച കളറിലാണ് കാണാറ്. പിന്നെ പച്ച തന്നെ കൊടുക്കുന്നു. ഷീറ്റ് ഗുഡ്സ് തന്നെ കൊടുക്കുന്നു. അതിൻ്റെയും സൈസ് എത്രയാണ് നമുക്ക് വേണ്ടത്, 16 mm. അത് മാത്രം ആക്കി വയ്ക്കുന്നു. സൈസ് 8 അടി by 4 അടി തന്നെയാണ്. ആ സൈസ് കൊടുക്കുന്നു. ഗ്രെയിൻ ഫോളോസ് ലെങ്ത്ത് HDF പ്രശ്നമില്ല, അതിലിരിക്കട്ടെ. അതും കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഇത് നമുക്ക് എസ്റ്റിമേഷൻ കാര്യങ്ങളൊക്കെ വേണ്ടിയുള്ളതാണ്. ഇവിടെ ആട്രിബ്യൂട്ട്സിൽ നമുക്ക് പ്രൈസ് കൊടുക്കും. നമുക്ക് അതൊന്നും കൊടുക്കുന്നില്ല തൽക്കാലം. ഈ വീഡിയോയിൽ നമ്മൾ കട്ടിങ് ലിസ്റ്റ് എടുക്കുന്നതിന് മാത്രം നോക്കുക, എസ്റ്റിമേഷൻ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുത്തിട്ട് ഇവിടെ ഞാൻ ഇതിൻ്റെയും പ്രീസെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ പ്രീസെറ്റ് എടുത്തിട്ട് 16 mm HDF എന്ന് കൊടുക്കുക, അപ്ലൈ. അപ്പോൾ അവിടെ കിടന്നോളും. പ്രീസെറ്റ് എടുത്തു കഴിഞ്ഞാൽ കണ്ട HDF കാണാം, ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് വേണ്ടത് 8 mm മൾട്ടിവുഡ്. 8 mm മൾട്ടിവുഡ് എന്ന് കൊടുക്കുക. നമ്മൾ എടുക്കാറ് ബെസ്റ്റ് വുഡിൻ്റെയാണ്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി 8 mm ബെസ്റ്റ് വുഡ് തന്നെ കൊടുക്കുന്നു തൽക്കാലം. വെള്ള കളറായിരിക്കും അത് കാണാറ്. ഷീറ്റ് ഗുഡ്സ് തന്നെ കൊടുക്കുന്നു. അതിൻ്റെ സൈസ് 8 mm ഉള്ളൂ. 8 mm മാത്രം വയ്ക്കാം. 8 അടി by 4 ഷീറ്റ് തന്നെ. ഗ്രെയിൻ ഫോളോസ് ലെങ്ത് കിടന്നോട്ടെ. പ്രീസെറ്റിലായിട്ട് ഞാൻ സേവ് ചെയ്യുന്നു. 8 mm ബെസ്റ്റ് വുഡ്, അപ്ലൈ, ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഓക്കെ. നമ്മുടെ 3 മെറ്റീരിയൽ ഓക്കെ. ഇനി നമുക്ക് മൈക്ക ഷീറ്റ് വേണം. നമ്മളെടുക്കുന്നത് വുഡിന് നമ്മൾ ഉപയോഗിക്കുന്നത് 11510 SF വുഡൻ മൈക്ക ആണ്. എനിക്ക് കോഡ് അറിയാവുന്നതുകൊണ്ട് ഞാൻ ടൈപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ വുഡൻ മൈക്ക എന്ന് മാത്രം കൊടുത്താൽ മതി. കോഡ് ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഫാക്ടറിക്ക് ഉപയോഗിക്കാൻ വേണ്ടി കോഡ് വേണ്ടി വരും. ഒരു വുഡൻ ഷെയ്ഡ് കൊടുക്കുന്നു. ടൈപ്പിൽ വെനീർ കൊടുക്കുന്നു. ഷീറ്റ് ഗുഡ്സ് അല്ല, വെനീറാണ് മൈക്ക ഷീറ്റ്. അത് കൊടുക്കുക. തിക്നെസ് എത്ര 1 mm ആണ്, അത് കൊടുക്കുന്നു. അതിൻ്റെയും സൈസ് 8 അടി by 4 അടിയാണ്. അപ്പം ഞാനത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 2440 mm x 1220 mm. ഓക്കെ, പാനൽ സൈസ് കൊടുക്കുന്നു. പ്രീസെറ്റിൽ ഞാൻ സേവ് ചെയ്യുന്നു. 11510 SF വുഡൻ മൈക്ക ഞാൻ സേവ് ചെയ്ത് അപ്ലൈ ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി. അടുത്ത മെറ്റീരിയൽ നമുക്ക് വേണ്ടത് ലിനൻ മൈക്ക. അപ്പം ലിനൻ മൈക്കയുടെ 56173 SF ലിനൻ മൈക്ക. അത് ഞാൻ ഉപയോഗിക്കുന്ന മൈക്കയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വേറെ കോഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. മഞ്ഞ കളറ് ഇല്ലാതിരിക്കട്ടെ. ടൈപ്പ് വെനീറാണ്. 1 mm തന്നെ ഇരിക്കട്ടെ. സ്റ്റാൻഡേർഡ് പാനൽ സൈസ് 2440 8 അടി by 4 അടി.
കൊടുക്കുന്നു. ഗ്രെയിൻ ഹോളോ സ്ട്രെങ്ത് തന്നെ ഇരിക്കുക. പ്രീസെറ്റ് ന്യൂ പ്രീസെറ്റിൽ സേവ് ചെയ്യുക. പിന്നീട് ഉപയോഗിക്കാനുള്ള കാര്യത്തിന് സേവ് ചെയ്യുന്ന മൈക്ക. അപ്ലൈ ക്രിയേറ്റ് ചെയ്യുക. ഇത്രയായല്ലോ. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഗ്രേ ഉണ്ട്. ഗ്രേൻ്റെ കോഡ് വരുന്നത് 20169 സിൽവർ ഗ്രേ MR+ നമ്മൾ ഉപയോഗിക്കുന്ന ആയതുകൊണ്ട് ഞാൻ ഇടുന്നുള്ളൂ. ഒരു ഗ്രേ കളർ ഇട്ട് കൊടുക്കുന്നു. ടൈപ്പ് വെനീറാണ്. 1 mm തന്നെ. 8 അടി ബൈ 4 അടി ഷീറ്റ് മറക്കരുത്. 8 അടി ബൈ 4 അടി ആയതുകൊണ്ടാണ് ഈ ഡയമെൻഷൻ വരുന്നത്. 8 അടി ബൈ 6 അടി ആണെങ്കിൽ വേറെ ഡയമെൻഷൻ ആയിരിക്കും. അത് നിങ്ങളുടെ അളവ് നോക്കി കൊടുക്കുക. അതും ഞാൻ ഇവിടെ പ്രീസെറ്റ് ഇട്ടേക്കാം. 20169 സിൽവർ ഗ്രേ MR+ ആയതുകൊണ്ട് MR+ പ്രത്യേകം ഇട്ടേക്കാം. മറ്റു ഷീറ്റുകളുണ്ടല്ലോ അല്ലാത്തത്. അങ്ങനെ കൊടുക്കുന്നു. 209 ഇരിക്കട്ടെ. ക്രിയേറ്റ്. അത്രയായി. ഇനി നമുക്ക് വേണ്ട എഡ്ജ് ബാൻഡ് നമുക്ക് 1 mm 2 mm ഉണ്ട്. അതുപോലെ തന്നെ വുഡൻ ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ വുഡൻ മൈക്കൊക്കെ ഉണ്ടാവും. സിൽവർ ഗ്രെയിൻ ഉണ്ടാവും. ലിനൻ മൈക്ക് ഉണ്ടാവും. അപ്പോൾ 3 തരം എഡ്ജ് ബാൻഡ് നമുക്ക് വേണം. അപ്പോൾ 3 എഡ്ജ് ബാൻഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് തന്നെ 2 mm വുഡൻ തൽക്കാലം കൊടുക്കുക. നമുക്ക് അതിൻ്റെ പേര് വലിയ ഓർമ്മയില്ല. വുഡൻ്റെ കൊടുക്കുന്നു. ഞാൻ ആ ഒരു വുഡൻ ഷെയ്ഡ് കിട്ടാൻ വേണ്ടി ഒരു ബ്രൗൺ കൊടുക്കാൻ നോക്കാം. അതിൻ്റെ എഡ്ജ് ബാൻഡിങ് എന്ന് കൊടുക്കുന്നു. സൈസ് 2 mm ആയിട്ടിരിക്കട്ടെ. വുഡൻ അല്ല, നമ്മൾ ഷട്ടറിനൊക്കെ വരുന്ന 2 mm വേണം. ലെങ്ത്ത് തൽക്കാലം 75 ഞാൻ കൊടുക്കുന്നു. ഒരു റോളിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ വിഡ്ത്ത് വരേണ്ടത് എത്രയാണ്? ഫിനിഷ് ചെയ്ത നമ്മുടെ ഷട്ടറിൻ്റെ വിഡ്ത്ത് 18 mm ആയതുകൊണ്ട് ഞാൻ 18 mm എടുക്കുന്നു. എന്നിട്ട് എഡ്ജ് ബാൻഡ് റെഡ്യൂസ് ചെയ്യണം എന്നുള്ള കാര്യം ഇവിടെ കൊടുക്കുക. പക്ഷെ ശരിക്കും എഡ്ജ് ബാൻഡ് സ്റ്റാൻഡേർഡ് വിഡ്ത്ത് വരുന്നത് 18 mm അല്ല. നിങ്ങൾക്കറിയാമെങ്കിൽ 22.5 mm അതുപോലെ 45 mm അങ്ങനെയൊക്കെ എഡ്ജ് ബാൻഡിൻ്റെ സൈസ് വരുന്നത്. അപ്പം അത് നിങ്ങൾ ഇവിടെ തൽക്കാലം ഇവിടെ 18 mm കൊടുത്താൽ മതി. ഓക്കെ. എന്നിട്ട് അതും ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. എന്താ പറയുക, 2 mm വുഡ് എഡ്ജ് ബാൻഡ് എന്ന് കൊടുക്കുന്നു. അപ്ലൈ ചെയ്യുന്നു. ഓക്കെ. പ്രിസെറ്റാക്കി ക്രിയേറ്റ് ചെയ്യുക. അടുത്തത് എന്താ? 1 mm ലിനൻ്റെ എഡ്ജ് ബാൻഡ് എടുക്കുക. ലിനൻ EB. അതിനൊരു ചെറിയൊരു മഞ്ഞ കളർ തൽക്കാലം ഞാൻ കൊടുക്കുന്നു. എഡ്ജ് ബാൻഡ് ആക്കുന്നു. 1 mm മതി നമുക്ക്. 1 mm സൈസൊക്കെ ഇതൊക്കെ തന്നെ. 18 mm എന്ന് സ്റ്റാൻഡേർഡ് വിഡ്ത്ത് കൊടുക്കുക. ഞാനിവിടെ സേവ് ചെയ്യുന്നു. 1 mm ലിനൻ EB. അപ്ലൈ ക്രിയേറ്റ്. ഇനി നമുക്ക് വേണ്ടത് ഗ്രേൻ്റെ കൂടെ എഡ്ജ് ബാൻഡ് വേണം. അത് 2 mm വയ്ക്കട്ടെ. 2 mm സിൽവർ EB എന്നെല്ലാം കൊടുക്കാം. സിൽവർ ഗ്രേ അല്ലേ, സിൽവർ ഗ്രേ EB. അതും ഞാൻ എഡ്ജ് ബാൻഡിങ്ങിലേക്ക് ഇടുന്നു. 2 mm വേണം. 75 വേണം. ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ 18 mm വേണ്ടത്. 18 mm. റെഡ്യൂസ് ബൈ എഡ്ജ് ബാൻഡ് തിക്നെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ എഡ്ജ് ബാൻഡ് ഒട്ടിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആവശ്യമുള്ള സൈസിലേക്ക് ആവാൻ പാടുള്ളൂ. അതായത് നമ്മൾ പ്ലൈവുഡിനെ മൈക്ക ഷീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഫാക്ടറിയിൽ കട്ട് ചെയ്യുമ്പോൾ ഈ എഡ്ജ് ബാൻഡ് എത്രയാണോ ആ തിക്നെസ് എല്ലാ സൈഡിലും കുറച്ചിട്ടായിരിക്കണം കട്ട് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറയുവാണ്. അതായത് നമ്മുടെ എക്സൽ ഷീറ്റിൽ ആ ഡാറ്റ കയറി വരണം എന്നുള്ളത്. അപ്പോൾ ഇത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഈ സെറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. 2 mm സിൽവർ ഗ്രേ എഡ്ജ് ബാൻഡ് EB. അപ്ലൈ ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് പിന്നെ മൾട്ടിവുഡ് ബാക്ക് പാനലിൽ നമുക്ക് എഡ്ജ് ബാൻഡിൻ്റെ ആവശ്യമില്ല, മൾട്ടിവുഡ് ആയതുകൊണ്ട്. ഓക്കെ. അത്രയും കൊടുത്തിട്ട് നമ്മൾ ഇത് മിനിമൈസ് ചെയ്യുന്നു. ഞാനിത് അടച്ചിട്ടെ. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുക, നമ്മുടെ വാർഡ്രോബിന് ഫുൾ ഡ്രാഗ് സെലക്ട് ചെയ്യുക. ഇവിടെ പാർട്സിൽ പോകുന്നു. ജനറേറ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജനറേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ എല്ലാ പീസും വന്നിട്ടുണ്ട്. മെറ്റീരിയൽ ഒന്നും ആഡ് ആയിട്ടില്ല, അങ്ങനെ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് മെറ്റീരിയൽ ഓരോന്നും കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഷട്ടർ ഉണ്ടല്ലോ, നമ്മൾ ഷട്ടറുകൾ നമ്മൾ HDF-ലും ചെയ്യാൻ പോകുന്നു. അകത്തുള്ള കാർക്കേസ് നമ്മൾ പ്ലൈവുഡിൽ ചെയ്യാൻ പോകുന്നു. ബാക്ക് പാനലിൽ മൾട്ടിവുഡായ രീതിയിൽ ചെയ്യാൻ പോകുന്നു. ഷട്ടർ മാത്രം നമുക്ക് ആദ്യം മാറ്റിയിടാം. ഓക്കെ. ഇതിന് സോർട്ട് ചെയ്യാൻ പറ്റുന്നോ ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. ഷട്ടർ എടുക്കുക. ഷട്ടർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഷട്ടറുകൾ മാത്രം. അതുപോലെ സ്കിർട്ടിങ് വേണം. അതുപോലെ നമ്മുടെ ഡമ്മി വേണം. ഡമ്മികൾ 2. പിന്നെ ഷട്ടർ ലോഫ്റ്റ് ഷട്ടർ
ഡമ്മി ടോപ്പ് ഇത്രയും കാര്യങ്ങൾ വരും. ഓക്കെ, ഇല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഷട്ടറിൻ്റെ ലോഫ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ അല്ലേ, ലോഫ്റ്റിന് ഷട്ടർ 2 വന്നിട്ടുണ്ട്. അതെന്താ കാര്യം, നമ്മൾ കോപ്പി ചെയ്ത് വെച്ചുകൊണ്ടാണ്. അതേസമയം വാർഡ്രോബിൻ്റെ നമ്മൾ കോപ്പി വെച്ചുകൊണ്ട് 2 വന്നിട്ടുണ്ട്. ഈ ഡമ്മി കണ്ടോ, ഞാൻ കോപ്പി ചെയ്ത് വെച്ചാൽ നമ്മൾ വേറെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കണ്ടോ 1 1 പറഞ്ഞ് വന്നിരിക്കുന്നു. അത് ഞാൻ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 2 എന്ന് കാണിച്ചു തരാം. ഒറ്റയടിക്ക് തന്നെ കാണിക്കണമെങ്കിൽ അങ്ങനെ കാണിക്കാം. ഞാനിതിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ 2 മോഡൽ ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. ഓക്കെ, നമ്മൾ ഒരുമിച്ച് കോപ്പി എടുത്ത് വെച്ചാൽ മതി എപ്പോഴും, ഒരേ സൈസ് ആണെങ്കിൽ. കണ്ടോ, ഇതിപ്പോൾ 2 ഒരേ സൈസാണ്, പക്ഷെ ഞാൻ സെപ്പറേറ്റ് മോഡൽ ചെയ്ത് ഉണ്ടാക്കിയത് കൊണ്ട് അങ്ങനെ 1 1 വന്നിരിക്കുന്നു. ഒറ്റയടിക്ക് കോപ്പി ചെയ്ത് വെച്ചാൽ ഇതുപോലെ 2 ക്വാണ്ടിറ്റി എന്ന് കാണിക്കും. ഓക്കെ, ഇതെല്ലാം ആയിരിക്കുന്നു. സ്ക്രിപ്റ്റിങ് എടുത്തു, നമ്മുടെ താഴത്തെ ഡമ്മി 2 താഴത്തെ 2 ഷട്ടർ, ടോപ്പിലെ ഡമ്മി 1, ടോപ്പിൽ 2 ഷട്ടർ, ഒരു നമ്മുടെ സൈഡിൽ ഡമ്മി 2. ഓക്കെ, എല്ലാം ആയിട്ടുണ്ട്, സ്ക്രിപ്റ്റിംഗ് ആയിട്ടുണ്ട്. ഇത്രയും സെലക്ട് ചെയ്തിട്ട് ഇതിൽ സെലക്ട് ചെയ്ത ഏതെങ്കിലും ഒന്ന് കണ്ടോ, എഡിറ്റ് പാർട്ട് ഗ്രൂപ്പ് പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഞാനത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ എല്ലാം അതിനെ ഒറ്റയടിക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, മെറ്റീരിയൽ ചോദിക്കുന്നത്, അതായത് തന്നെ മെറ്റീരിയൽ എന്താ HDF അടിക്കുക. 16 mm HDF ക്ലിക്ക് ചെയ്യുന്നു, ഞാൻ അപ്ലൈ കൊടുക്കുന്നു. ഒറ്റയടിക്ക് HDFൻ്റെ അണ്ടറിൽ ഇതെല്ലാം വേണം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് തിക്നെസ് അൺഡിഫൈൻഡ് ആണെന്ന് പറയുന്നുണ്ട്. കാരണം എന്താ, നമ്മൾ 16 mm HDF എന്ന് കൊടുത്തു, പക്ഷേ നമ്മുടെ പീസ് എല്ലാം 18 mm ഉണ്ട്. പക്ഷേ 18 mm ആവുന്നപ്പോഴാണ് മൈക്ക ഷീറ്റും കൂടെ അടിച്ചു കഴിയുമ്പോൾ 18 mm ആവുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ അത് മൈൻഡ് ചെയ്യേണ്ട. ഓക്കെ, മൈക്ക ഷീറ്റ് കൊടുത്തതിന് നോക്കിയാൽ മതി. നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള ഇതിനെ തിരിക്കുക. ഇനി നമുക്ക് വേണ്ട എന്താ, ഈ 2 ബാക്ക് പാനലിന് നേരെ നമുക്ക് മൾട്ടിവുഡിലാണ് വേണ്ട. 2 ബാക്ക് പാനൽ സെലക്ട് ചെയ്തിട്ട് ഞാൻ നേരെ എഡിറ്റ് പാർട്ട് ഗ്രൂപ്പ് പ്രോപ്പർട്ടീസിൽ പോകുന്നു. മെറ്റീരിയലിൽ എത്ര 8 mm ഈ ബെസ്റ്റ് വുഡ്, അതായത് മൾട്ടിവുഡ് കൊടുക്കുന്നു, അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതും ഇവിടെ വന്നു. അവിടെ നമ്മൾക്ക് ഇവിടെ തിക്നെസ് ഡിഫൈൻഡ് അല്ല എന്നിവിടെ കാണിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളത് മൈൻഡ് ആക്കാൻ നിൽക്കണ്ട. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട എന്താണ്, ഇതെല്ലാം നമുക്ക് പ്ലൈവുഡിൽ അടിക്കേണ്ട പീസുകളാണ്, കർക്കേസിൻ്റെ പീസുകളാണ്. ഓക്കെ, ഇതിലും കണ്ടോ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പാർട്ട് 3 എന്ന് പറഞ്ഞ പീസ് 3 വന്നിട്ടുണ്ട്. എന്താ കാര്യം, ഞാൻ ആ പീസിനെ കോപ്പി ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ 3 വന്നിരിക്കുന്നത്. പാർട്ട് 1 ഇതേ കോപ്പി ചെയ്ത് വെച്ചുകൊണ്ട് 2 വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എല്ലാം 1 1 1 1 വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന് ഞാനിവിടെ ഒറ്റയടിക്ക് ഇവിടെ സെലക്ട് ചെയ്യാം, ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഒറ്റയടിക്ക് ഗ്രൂപ്പിൽ സെലക്ട് ചെയ്യാം. നേരത്തെ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ മിക്സായി കിടക്കിയിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ മാനുവലി ഓരോന്ന് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ എഡിറ്റ് പാർട്ട് ഗ്രൂപ്പ് പ്രോപ്പർട്ടീസ് കൊടുക്കുന്നു. മെറ്റീരിയലിൽ പ്ലൈവുഡാണ്, 16 mm പ്ലൈവുഡ് ആക്കുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ അതെല്ലാം ആയാലും നമ്മൾ HDF ആയി, പ്ലൈവുഡായി, ബെസ്റ്റ് വുഡായി. ഇനി നമുക്ക് ഇതിൻ്റെ മൈക്കകൾ കൊടുക്കാം. ഫ്രണ്ടിൽ വരുന്ന ലാമിനേറ്റ്, പുറകിൽ വരുന്ന ലാമിനേറ്റ് എന്താണെന്ന് കൊടുക്കാം. ഇതുപോലെ തന്നെ ഗ്രൂപ്പ് തിരിച്ചതിന് ഫുൾ സെലക്ട് ചെയ്യാൻ ഇത് ക്ലിക്ക് ചെയ്യുക. HDF അല്ലേ, നമ്മൾ ഷട്ടറിൻ്റെ പീസുകളാണല്ലോ. അപ്പോൾ ഇതിൽ തന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വുഡനും ഉണ്ട് അല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് വുഡൻ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഷട്ടർ ഇതൊന്ന് 2 വുഡനാണ്, താഴത്തെ 2 വുഡനാണ്, സ്ക്രിപ്റ്റിംഗ് വുഡനാണ്. ഭയങ്കര പട്ടിയുടെ ശല്യമുണ്ട് ഇവിടെ, സൗണ്ട് കേൾക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ അത്രയും സെലക്ട് ചെയ്ത് ബാക്കിയെല്ലാം സിൽവർ ഗ്രേ ആണ് വരുന്നത്, ഇതെല്ലാം വുഡനാണ്. അപ്പോൾ ഇത് മാല സെലക്ട് ചെയ്യുന്നു, ഒരെണ്ണത്തിന് എഡിറ്റ് ചെയ്യാൻ കൊടുക്കുക. അതിൻ്റെ ഫേസസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ ഇവിടെ, ഫേസസ് എഡ്ജസ് ഉണ്ട്, ഫേസ് ഉണ്ട്. ഫേസസിൽ പോവുക, ഫ്രണ്ട് സൈഡ് മെറ്റീരിയൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ കൊടുക്കുന്നു. കണ്ടോ, 11,510 SF വുഡൻ മൈക്കയാണ്. ബാക്ക് സൈഡ് എനിക്ക് വേണ്ട ലിനനാണ്, അപ്പോൾ ഞാൻ അതും കൊടുക്കുന്നു, അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഒറ്റയടിക്ക് എന്ത് സംഭവിച്ചു, നമ്മുടെ ഇവിടെ പോയി നമ്മുടെ HDF കണ്ട, ഈ HDFനെല്ലാം കറക്റ്റ് വീട് ഉണ്ടല്ലേ. ഇപ്പം നേരത്തെ ഈ ഒരു തിക്നെസ് അൺഡിഫൈൻഡ് എന്നുള്ള പ്രശ്നം ഇവിടെ നിന്ന് പോയി. കാരണം എന്താ, 16 mm പ്ലൈവുഡാണ്, അതിൻ്റെ അപ്പുറം ഉള്ളത് മൈക്കയാണെന്ന് മനസ്സിലായി അവർക്ക്, മനസ്സിലായില്ലേ. നമുക്ക് വേണ്ടത് സിൽവർ ഗ്രേൻ ഷട്ടറുകൾക്ക് കൊടുക്കണം, ഫേസ് മൈക്ക കൊടുക്കുക. ഇവിടെ ഫുൾ സെലക്ട് ചെയ്യുക, എഡിറ്റിൽ പോവുക, ഫേസസിൽ പോവുക, ഫ്രണ്ട് സൈഡ് എന്താ സിൽവർ, ബാക്ക് സൈഡ് എന്താ ലിനൻ മൈക്ക കൊടുക്കുന്നു, അപ്ലൈ ചെയ്യുന്നു. കണ്ടോ, ഇത്രയുള്ള കാര്യം. അപ്പം അതിൻ്റെ കാര്യം തീരുമാനമായി. ഇനി നമുക്ക് വേണ്ട എന്താ, ഇപ്പോൾ HDFൽ ഇതെല്ലാം വന്നു, അതായത് ഷട്ടറുകളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് കാർക്കേസിൻ്റെ ഫ്രണ്ടും ബാക്കും ലിനൻ മൈക്കയിൽ പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫുൾ ക്ലിക്ക് ചെയ്യുക, ഓരോത്തിന് എഡിറ്റ് ചെയ്യുക, ഫേസസിൽ പോവുക, ഫ്രണ്ട് സൈഡ് ലിനൻ മൈക്ക, ബാക്ക് സൈഡ് ലിനൻ മൈക്ക അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എറർ വന്നത് ക്ലിയറായി. ഇനി നമ്മുടെ ബാക്ക് പാനലിൻ്റെ ഒരു സൈഡ് മാത്രമേ മൈക്കുള്ളൂ. അപ്പോൾ നിങ്ങളതിന് ഫുൾ സെലക്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ഫേസിൽ ഫ്രണ്ട് സൈഡ് മാത്രം നിങ്ങൾ വിത്തൗട്ട് മെറ്റീരിയൽ എന്നുള്ള എടുത്തിട്ട് മൈക്ക് കൊടുക്കുന്നു. മറ്റിവിടെ നമ്മളൊന്നും വയ്ക്കുന്നില്ല, കാരണം അവിടെ വേണ്ട. ഞാൻ അപ്ലൈ കൊടുക്കുന്നു.
അപ്ലൈ കൊടുക്കുമ്പോൾ തന്നെ കണ്ട ഈ എററും ക്ലിയർ ആയി ഓട്ടോമാറ്റിക്കലി. അല്ലെങ്കിൽ ഇതിനൊക്കെ എഡ്ജ് ബാൻഡ് അടിക്കാനുണ്ട് നമുക്ക്. ആദ്യം തന്നെ HDF, അതായത് നമ്മൾ ഷട്ടറുകൾക്ക് 2 mm എഡ്ജ് ബാൻഡ് വേണം. ഫുൾ സെലക്ട് ചെയ്യുക, എഡിറ്റ് പോവുക, എഡ്ജസിൽ പോവുക. ഇവിടെ മെറ്റീരിയലുള്ള അവിടെ എന്താ വേണ്ടത് കണ്ട നമുക്ക് ഫുൾ സെലക്ട് ചെയ്താൽ നമുക്ക് തെറ്റ് പറ്റും. കാരണം വുഡനും ഉണ്ട് ഗ്രേയും ഉണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം വുഡൻ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ഷട്ടർ ഡമ്മി ഉണ്ട്, സ്കിർട്ടിങ് ഉണ്ട്. ഇത്രയും വുഡനാണ് വേണ്ടത്. എന്നിട്ട് അതിന് എഡിറ്റ് കൊടുക്കുന്നു. എഡ്ജസിൽ പോയിട്ട് എഡ്ജ് നമ്മൾ 2 mm വുഡൻ ക്രിയേറ്റ് ചെയ്തിട്ട് അത് എടുക്കുന്നു. ഒരെണ്ണത്തിൽ കൊടുത്തിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി ഈ ഒരു സിമ്പിളിൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലായിടത്തും ആവും. അപ്ലൈ. അപ്പോൾ അത് ഓക്കെ. കണ്ടോ ഇവിടെ എഡ്ജ് ബാൻഡ് വന്നു കഴിഞ്ഞപ്പോൾ 2 ഡയമെൻഷൻ വന്നു. എന്താണ് ലെങ്ത്ത്? ഇത് റഫ്, അതായത് നമ്മൾ കട്ട് ചെയ്യേണ്ട പീസുകളുടെ സൈസ്, ഫിനിഷ് ആയി കഴിയുമ്പോൾ വരേണ്ട സൈസുകൾ. ഇപ്പോൾ 2 ആക്കി കാണിച്ചു, മനസ്സിലായില്ലേ? എഡ്ജ് ബാൻഡ് ഒട്ടിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഫിനിഷ് സൈസിലേക്ക് വരാൻ പാടുള്ളൂ. ഇവിടെ കാണാം. എക്സലിലേക്ക് എടുക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. നമ്മൾ ബാക്കിയുള്ള എഡ്ജ് ബാൻഡ് കൊടുക്കുക. സിൽവർ വരുന്ന ഷട്ടറുകൾക്ക് കൊടുത്തിട്ട് എഡിറ്റിൽ പോവുക, എഡ്ജസിൽ പോയിട്ട് നമ്മൾ സിൽവർ കൊടുക്കുന്നു. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ഫുൾ വീണു. അപ്ലൈ. നമ്മുടെ കാർ കേസ് എല്ലാം നമുക്ക് എഡ്ജ് ബാൻഡ് കൊടുക്കണം ലിനൻ്റെ. അപ്പോൾ അത് ഫുൾ സെലക്ട് ചെയ്യുക, എഡിറ്റിൽ പോവുക, ലിനൻ്റെ 1 mm എഡ്ജ് ബാൻഡ് മതി, കാരണം അകത്ത് വരണല്ലേ. അത് കൊടുക്കുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അതും വേണം. ഇനി ബെസ്റ്റ് വുഡ്, ഇതിന് നമുക്ക് എഡ്ജ് ബാൻഡിൻ്റെ ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അതായത് നമ്മൾ കട്ടിങ് ലിസ്റ്റ് എടുക്കാനുള്ള ഭാഗത്തിന് ഇതിനെ ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ. ഇതിൽ നമുക്ക് ടോപ്പിൽ കാണാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ കണ്ടോ, എത്ര പീസ് HDF വന്നിട്ടുണ്ട്, എത്ര പീസിൽ നമ്മുടെ വുഡ് പ്ലൈൻ്റെ പീസ് കട്ട് ചെയ്ത പീസുകൾ എത്ര എണ്ണം വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കാണാം. ഇതിൽ നമ്മൾ എത്ര ഷീറ്റ് വേണമെന്നല്ല ഇവിടെ കാണുന്നത്, എത്ര പീസ് നമ്മളിൽ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ. എത്ര ഷീറ്റ് വേണമെന്ന് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങളിവിടെ ഇപ്പോൾ HDF 16 mm ഉള്ളതിൻ്റെ കട്ടിങ് ഡയഗ്രാം എന്നിവിടെ കാണുന്നുണ്ടല്ലോ, ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ വരും HDF എന്നുള്ളത്. അതിൽ കോൺഫിഗറേഷനിൽ പോയിട്ട് ബ്ലേഡിൻ്റെ തിക്നെസ് ഒക്കെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ കൊടുക്കാം. അപ്പോൾ എനിക്ക് തൽക്കാലം അറിയില്ല, അതുകൊണ്ട് ഞാൻ അതെല്ലാം ഇവിടെ 0 ആയി കൊടുക്കുന്നു. ഈ ഒപ്റ്റിമൈസേഷൻ ലെവൽ അഡ്വാൻസ്ഡ് ഇടുന്നു. അപ്പോൾ കുറച്ച് നേരം എടുക്കും, പക്ഷേ നമുക്ക് മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്ത് കിട്ടും കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. പ്രിഫയർ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഏത് രീതിയിലൊക്കെ ഇതിനെ കട്ട് ചെയ്യുന്നുള്ളത്, അത് നീളത്തിൽ മുറിക്കണോ വട്ടത്തിൽ മുറിക്കണോ എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഏത് രീതിയിലാണ് ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടുന്നത് എന്ന് ഞാൻ സോഫ്റ്റ്വെയറോട് തന്നെ കൊടുക്കാൻ പോയാൽ ഞാൻ ഓൾ പോസിബിലിറ്റീസ് ഇട്ട് കൊടുത്താൽ മതി. ലെഫ്റ്റ് ഓവർ വരുന്ന പീസുകളുടെ മിനിമം സൈസ് ഇത്ര ആക്കി കാണിക്കണമെന്നുള്ളവർ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇത്രയും മിനിമം ലെഫ്റ്റ് ഓവർ പീസ് വന്നു കഴിഞ്ഞാൽ അടുത്ത ഷീറ്റിലേക്ക് പോട്ടെ എന്ന് ചോദിക്കണം. ഞാൻ തൽക്കാലം അത് 0 കൊടുക്കുന്നു, കാരണം ലെഫ്റ്റ് ഓവർ പീസുകൾക്ക് മിനിമം സൈസ് എനിക്ക് ആവശ്യമില്ല. പിന്നെ ഇവിടെ ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ കട്ടിങ് ഡയഗ്രത്തിൽ കാണിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഫാക്ടറിയിൽ കട്ടിങ് ഡയഗ്രാം കൊടുക്കാറില്ല, നമ്മൾ കട്ടിങ് ലിസ്റ്റാണ് കൊടുക്കുക എക്സലായിട്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ നമുക്കിവിടെ കോൺഫിഗറേഷനിലാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഇത് അഡ്വാൻസ്ഡും ഡയറക്ഷൻ ഓൾ പോസിബിലിറ്റീസും വെക്കുക. ബ്ലൈഡ് തിക്നെസ് ഒക്കെ അറിയാമെങ്കിൽ അതും ഇവിടെ കൊടുക്കാൻ നോക്കുക. എന്നിട്ട് നമ്മൾ ജനറേറ്റ് കൊടുക്കുക, മനസ്സിലായോ? ഇപ്പം നമുക്ക് സംഭവം വന്നിട്ടുണ്ട്. ഇതിൽ എന്താ എഴുതിയിരിക്കണമെന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ കട്ടിങ് ഡയഗ്രത്തിൽ റോ ഡയമെൻഷനാണ് ഉള്ളത്, അതായത് എഡ്ജ് ബാൻഡ് ഇല്ലാണ്ടുള്ള ഡയമെൻഷൻ, മനസ്സിലായില്ല? ഡയമെൻഷൻ റെഡ്യൂസ്ഡ് ബൈ തിക്നെസ് ഓഫ് എഡ്ജ് ബാൻഡിങ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് വേണ്ടത്. നമുക്ക് 16 mm HDF ഇവിടെ കിട്ടിക്കുന്നത് 2 ഷീറ്റ് മതിയാകെ ഇത് മുഴുവൻ മുറിച്ചെടുക്കാൻ. അപ്പോൾ ഇത് നോക്കിയാൽ കാണാം, ഒരു ഷീറ്റിൽ ഇത്രയും പീസ് വരെ മുറിച്ചു, അടുത്ത ഷീറ്റിൽ 2 എണ്ണം വന്നു കാണാം. വലിയൊരു പീസ് ലെഫ്റ്റ് ഓവറൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ഒരു HDF ഷീറ്റിൽ ഉണ്ടോ, ഇതൊക്കെ വുഡൻ മൈക്കൽ ലിനനും അപ്പുറം ഉള്ളതാണ്. പക്ഷേ അതേസമയം തന്നെ ഇത് നോക്കിയേ, നിങ്ങൾക്ക് കാണാം സിൽവർ ഗ്രേ ആണ് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു HDFൽ തന്നെ ഒരു സൈഡ് വുഡും ഒരു സൈഡ് സിൽവറും ഉള്ളതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരിക്കലും കിട്ടില്ല, കാരണം നമ്മൾ ഫാക്ടറിയിൽ പ്ലൈവുഡിനെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ വുഡനും ഒരു സൈഡിൽ വുഡനും മറ്റേ സൈഡിൽ ലിനനും വെച്ച് പ്രസ് ചെയ്തിട്ട് ഒറ്റ ഷീറ്റാക്കി മാറ്റിയിട്ട് ആണ് നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇത് ക്ലോസ് ചെയ്യുക. നമ്മൾ ഈ HDFൽ തന്നെ നമുക്ക് വുഡൻ ഏതൊക്കെ ഉള്ളതെന്ന് നമുക്കറിയാമല്ലോ, അതുങ്ങൾ മാത്രം സെലക്ട് ചെയ്യുക ഇങ്ങനെ, എന്നിട്ട് കട്ടിങ് ഡയഗ്രം അടിക്കാൻ കൊടുക്കുക. ഇതേപോലെ തന്നെ കോൺഫിഗറേഷനൊക്കെ സെറ്റ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യുക. നമുക്ക് കാണാം കണ്ടോ, ഒരു ക്വാണ്ടിറ്റി ഒരു HDF ഒരു ഷീറ്റ് മതി
ഈ 5 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ എന്ന് കിട്ടി. അല്ല ഇതിൽ തന്നെ ലെഫ്റ്റ് ഓവർ പീസ് ഇത്ര ഉണ്ട്, അത് വേസ്റ്റ് വന്നിരിക്കുന്ന പീസ് ഇത്ര ഉണ്ടെന്നുള്ളതുണ്ട്, അതിൻ്റെ സൈസ് ഉണ്ട് ഓരോ പീസിൻ്റെ. അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഈ ലെഫ്റ്റ് ഓവറുള്ള പീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാമെന്നുള്ള ഒരു വഴി എന്ന് വെച്ചാൽ ഇത് നമ്മൾ കോപ്പി ചെയ്യുക, എന്നിട്ടൊരു പുതിയൊരു എക്സൽ ഷീറ്റിലേക്ക് ഇത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇവിടെ ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ ഇമ്പോർട്ട് വഴിയല്ല, നമുക്ക് മെറ്റീരിയൽസ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ന്യൂ മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ ലെഫ്റ്റ് ഓവർ എന്ന് വല്ലതും കൊടുക്കുക, എന്നിട്ട് ഷീറ്റ് ഗുഡ്സ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഈ സ്റ്റാൻഡേർഡ് പാനൽ സൈസ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ലെഫ്റ്റ് ഓവർ പീസിൻ്റെ സൈസ് കൊടുക്കണം. അപ്പം അങ്ങനെ ഓരോ പീസും നമ്മൾ സൈസ് കൊടുക്കേണ്ടി വരും. എന്നിട്ട് പിന്നെയും ഈ പറഞ്ഞ മാതിരി ഓരോ പാർട്സ് എടുക്കുക, അതിന് നമ്മൾ മെറ്റീരിയൽ ആഡ് കൊടുക്കുമ്പോൾ ലെഫ്റ്റ് ഓവർ പീസ് ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യണം. അത് ഇരട്ടിപ്പണിയാണ് ശരിക്കും പറഞ്ഞത്. നമ്മളെപ്പോഴും എന്താ വെച്ചാൽ നമുക്ക് വേസ്റ്റ് വരുന്ന പീസ് എന്ന് വെച്ചാൽ ഒരു സൈഡിൽ ഓൾറെഡി ഒരു മൈക്ക് ഒട്ടിച്ചൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ ആ സെയിം ലാമിനേറ്റ് ഉപയോഗിച്ച് നമുക്ക് ഉദ്ദേശിക്കുന്ന പീസ് ലെഫ്റ്റ് ഓവറിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോയെന്ന് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഞാൻ കട്ടിംഗ് ലിസ്റ്റ് പോലെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോഫ്റ്റ്വെയർ ഒരിക്കലും അത് മനസ്സിലാവില്ല എന്ന് ആലോചിക്കുക. ലെഫ്റ്റ് ഓവർ എങ്ങനെ എടുക്കുക, പീസിൻ്റെ വാല്യൂസ് എങ്ങനെ കോപ്പി ചെയ്ത് നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ കട്ടിംഗ് ഡയഗ്രാം അങ്ങനെ ഇപ്പോൾ എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇതിങ്ങനെ സെപ്പറേറ്റ് സെലക്ട് ചെയ്തു. അത് നമ്മൾ എന്താ വെച്ചാൽ 2 മൈക്ക് നമുക്ക് ഈ HDF തന്നെ വന്നതുകൊണ്ട്. അതേസമയം നമുക്കിപ്പോൾ വുഡ് പ്ലൈ ഇത് ഫുൾ മൈക്കിൻ്റെ പീസാണ്. ഒറ്റയടിക്ക് നമുക്കിങ്ങനെ സെലക്ട് ചെയ്ത് കട്ടിംഗ് ഡയഗ്രാം എടുക്കാവുന്നേ ഉള്ളൂ. കറക്ഷനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക, എല്ലാം കളഞ്ഞ് ഇതും കളഞ്ഞിട്ട് നേരെ റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കട്ടിംഗ് ഡയഗ്രാം കിട്ടും. എത്ര ഷീറ്റ് വുഡ് പ്ലൈ എടുക്കണം കേട്ടോ, 4 ഷീറ്റ് വുഡ് പ്ലൈ എടുക്കണമെന്ന് കിട്ടി. ഇതിങ്ങനെ കട്ട് ചെയ്ത് വരും എന്നുള്ളത് നമുക്കിവിടെ കാണാം. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾക്ക് ഇതിനെ പിന്നെ വേണമെങ്കിൽ പ്രിൻ്റ് ചെയ്ത് നമുക്കിങ്ങനെ PDF ഒക്കെ ആയിട്ട് മാറ്റിയെടുക്കാം. പക്ഷെ ഞാൻ പറയുന്നത് ഒരു ഫാക്ടറിയിലേക്ക് നമുക്ക് കട്ടിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടത് എനിക്ക് ഒന്നിൽ എക്സൽ ഷീറ്റ് ആയിരിക്കും. മനസ്സിലായില്ല, ഇതിൽ ഫുള്ള് കട്ട് ചെയ്ത് വരേണ്ട എക്സൽ ഷീറ്റ്. അത് വുഡ് പ്ലൈ ആണെങ്കിൽ വുഡ് പ്ലൈ, അതിൻ്റെ അപ്പുറം ഇട്ടിരിക്കുന്ന മൈക്ക് ഏതാണ്, ഓരോ പീസിൻ്റെയും സൈസ് എന്താണ്, എഡ്ജ് ബാൻഡ് ഇല്ലാണ്ടും എഡ്ജ് ബാൻഡ് അടിച്ച് ഫിനിഷ് ചെയ്യാൻ സൈസ് എത്രയാണ്, പിന്നെ ഓരോ പീസിൻ്റെ പേരെന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടത്. അപ്പോൾ നമ്മൾ ആ ലിസ്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ മെറ്റീരിയലെല്ലാം ആഡ് ചെയ്തു, ഫേസുകളെല്ലാം ആഡ് ചെയ്തു, എഡ്ജ് ബാൻഡും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ എക്സ്പോർട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് കോമ സെപ്പറേറ്റഡ് എന്നുള്ളത് ഈ കോമ തന്നെ കൊടുക്കുക, സെപ്പറേറ്റർ. പാർട്സ് ലിസ്റ്റും കൊടുക്കുക, എൻകോഡിങ് കൂട്ടിയ ഫീറ്റ് തന്നെ എടുക്കട്ടെ. കസ്റ്റമൈസേഷനിൽ പോയിട്ട് നമ്മുടെ ലിസ്റ്റിൽ വേണ്ട സാധനങ്ങൾ മാത്രം നമ്മൾ ഈ കണ്ണിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിതിൽ ഏരിയ ഫൈനൽ എനിക്ക് ആവശ്യമില്ല, ഞാനതിവിടെ നമുക്കത് മാറ്റിയെടുക്കാം. വേണ്ട ടൈപ്പ് വേണ്ട, മെറ്റീരിയൽ വേണം, പിന്നെ എഡ്ജ് ബാൻഡ് ലെങ്ത്ത് വേണം, മൈക്ക ഫ്രണ്ടിൽ ഏത് ബാക്ക് സൈഡിൽ ഏത് എന്നുള്ളത് വേണം. ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് റീഓർഡർ ചെയ്യാം, കണ്ട് ഇങ്ങനെ വലിച്ച് ഇതിനെ റീഅറേഞ്ച് ചെയ്തിടാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിലെടുക്കാനുള്ളത്. എന്നിട്ട് നേരെ എക്സ്പോർട്ട് CSV എന്നടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സൽ ഷീറ്റ് കിട്ടും. ഞാനിവിടെ കട്ടിംഗ് ലിസ്റ്റ് എന്ന് പേര് കൊടുത്ത് സേവ് ചെയ്യും. എക്സൽ ഷീറ്റിന് കിട്ടി. എന്നിട്ട് ഞാൻ എക്സൽ അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റിൽ വല്ലതും കയറിയിട്ട് എക്സലിൽ ഓപ്പൺ ആക്കിയത്, എൻ്റെ എക്സൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്ത ആ സാധനം എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിലെന്തൊക്കെ വാല്യൂസ് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഉണ്ടോ, ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നു. ഫ്രണ്ട് സൈഡ്, ബാക്ക് സൈഡ്, ഓരോ എഡ്ജ് ബാൻഡ്, മനസ്സിലായില്ലേ, ഓരോ എഡ്ജ് ബാൻഡിൻ്റെ ലെങ്ത്ത് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇത്രയും വലിയ ഒരു എക്സൽ ഷീറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ വന്നിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കണ്ടോ, ഇതൊക്കെ എഡ്ജ് ബാൻഡുകൾ കട്ട് ചെയ്യേണ്ട ലെങ്ത്തുകളാണ്. മനസ്സിലായി, ഓരോ എഡ്ജ് ബാൻഡും ഇത്ര നീളത്തിൽ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പ്ലൈവുഡ് അല്ലെങ്കിൽ HDFൻ്റെ കട്ടിങ് എന്തോരം വരും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് ഇതുകൊണ്ട് ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. അത് മൈക്ക ഷീറ്റ് കട്ട് ചെയ്യേണ്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒറ്റ ഷീറ്റിൽ നമ്മൾ പ്രസ് ചെയ്തെടുത്തിട്ട് പിന്നെ അതിനെയാണ് കട്ട് ചെയ്യുന്നത്. ഫാക്ടറിയിലൊക്കെ വെച്ചാണെങ്കിൽ ഞാൻ തൽക്കാലം ഡിലീറ്റ് ചെയ്യുന്നു. നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളൂ.
20 പാർട്സ് നമുക്ക് വരുന്നുണ്ട്. 20 പാർട്സിൽ തന്നെ ഇവിടെ ക്വാണ്ടിറ്റി ചിലതൊക്കെ 2, 3 ഒക്കെ ഉണ്ടെന്നുള്ളത് ഓർക്കണം പ്രത്യേകം. അപ്പോൾ ഞാൻ ഫാക്ടറിയിലേക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ 2 ക്വാണ്ടിറ്റിയൊക്കെ ഉള്ളതിന് ഞാൻ പ്രത്യേകം എന്തെങ്കിലും ഒരു കളറ് ഒക്കെ കൊടുത്ത് വയ്ക്കും. അതായത് ഇങ്ങനെ ഒരു മഞ്ഞയൊക്കെ കാണിച്ച് വയ്ക്കും. കാരണം ചിലപ്പോൾ അത് ഫാക്ടറിയിലുള്ള ആൾക്കാർ ചിലപ്പോൾ അത് നോട്ടം ഇല്ലാണ്ട് പോകും. പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഈ പീസ് എനിക്ക് 2 എണ്ണം വേണം, 3 എണ്ണം വേണം എന്നുള്ളത് കാണിക്കും. മനസ്സിലായാലും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്പർ എന്ന് പറഞ്ഞ് ABCDEFG ഇങ്ങനെ കിടപ്പുണ്ട്. ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോഡ് വേണമെങ്കിൽ ആക്കാം. അത് നിങ്ങൾക്ക് സൈറ്റിൽ വരുമ്പോൾ ഈ കോഡ് എഴുതിക്കൊണ്ട് വരണമെന്നൊക്കെ പറഞ്ഞ് കൊടുത്തു വിടാം. പ്രത്യേകം കോഡ് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ. അപ്പോൾ എന്താ പറയുക, സ്കെച്ച് പെന്നോണ്ടോ എന്തെങ്കിലും മറ്റേ മാർക്കർ കൊണ്ട് മാർക്ക് ചെയ്ത് വിടും ഓരോ പീസ്. അപ്പോൾ നിങ്ങൾക്ക് സൈറ്റിൽ അസംബിൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. ആ രീതിക്ക് വേണ്ടി ഓരോ പീസിന് പേരുണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, റോ ലെങ്ത്തും റോ വിഡ്ത്തും റോ തിക്നെസ്സും ഉണ്ട്, പിന്നെ ഫിനിഷ് ചെയ്തിട്ടുള്ള ലെങ്ത്തും വിഡ്ത്തും ഉണ്ട്. അപ്പോൾ ഇത് ഈ ഒരു റോയിലായിരിക്കും കട്ട് ചെയ്യുന്നത്. എഡ്ജ് ബാൻഡ് അടിച്ച് കഴിയുമ്പോൾ ഈ തിക്നെസ്സും വിഡ്ത്തിലേക്ക് എത്തണം എന്നുള്ളതാണ്. മെറ്റീരിയൽ ഏതാണെന്നുള്ളതുണ്ട്, ഫ്രണ്ടിൽ ഒട്ടിക്കേണ്ട മൈക്ക ഏത്, ബാക്കിൽ ഒട്ടിക്കേണ്ട മൈക്ക ഏത്, ഓരോ പീസിൻ്റെയും ഓരോ സൈഡിലും വരേണ്ട എഡ്ജ് ബാൻഡ് ഏത്, 0.1 ആണോ 0.2 ആണോ എന്നുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. മനസ്സിലായിട്ടുണ്ട്. 0.2 പിന്നെ ഇതെല്ലാം 0.1 അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ എഡ്ജ് ബാൻഡ് ഇല്ല, ബാക്ക് സൈഡ് മൈക്ക് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ഫൈനൽ കട്ടിങ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ സ്കെച്ചിൽ ജനറേറ്റ് ചെയ്തെടുത്ത സംഭവമാണ് ഈ കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പിന്നെ ഇതിൽ നമുക്ക് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പാർട്സിൽ തന്നെ HDFും പ്ലൈവുഡും അല്ലാണ്ട് നമ്മൾ എഡ്ജ് ബാൻഡുകൾ നമുക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ വളരെ കമ്പനി എഡ്ജ് ബാൻഡ് നമുക്ക് ഇങ്ങനെ ഇത്രയും വേണമെന്ന് കിട്ടി. എത്ര റോൾ എഡ്ജ് ബാൻഡ് എടുക്കണം എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതുപോലെ തന്നെ കട്ടിങ് ഡയഗ്രാമത്തിൽ പോയി കോൺഫിഗറേഷൻ ഒക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ബ്ലേഡ് തിക്നെസ്സും ട്രിമ്മിങ് ഒന്നും കൊടുക്കണ്ട. അങ്ങനെ മെറ്റീരിയൽ എന്നിട്ട് പോയിട്ട് 75 മീറ്ററിൻ്റെ റോളാണ് നമ്മൾ പറഞ്ഞേക്കണേ. അത് എത്ര വേണമെന്നാണ് നമുക്ക് കിട്ടുള്ളൂ. 75 മീറ്ററിൽ റോളിന് കൊടുത്തേക്കണം. നിങ്ങൾ അതിന് 10 മീറ്റർ എന്നാണ് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കിട്ടിയാൽ ഞാനിപ്പോൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇത് കിട്ടും. കണ്ടോ, ഇതിപ്പോൾ 75 മീറ്ററിൻ്റെ റോളായതുകൊണ്ട് ഒരു റോള് മതി എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. ശരിയാണ്, 75 മീറ്റർ ഒരിക്കലും നമുക്ക് ആവശ്യം വരില്ല. അതല്ല, ഇത്രയും റോള് ഇത്രയും ഇങ്ങനെ വേസ്റ്റായിട്ട് വരുന്നുണ്ട് ഇവിടെ 75 മീറ്ററിൻ്റെ എടുത്തു കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? അങ്ങനെയും ഇതിൽ കാണാം. അതിൻ്റെ ഓരോ എഡ്ജ് ബാൻഡ് കട്ട് ചെയ്യേണ്ട കഷ്ണങ്ങളുടെ ലെങ്ത്തും കാര്യങ്ങളും കാണുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്തോ എടുത്ത് വയ്ക്കാം, അറിഞ്ഞിരിക്കാൻ വേണ്ടി. ഓക്കെ, ഇതാണ് മെയിനായിട്ട് നോക്കേണ്ടത്, ക്വാണ്ടിറ്റി. അതുപോലെ തന്നെ നമുക്കിവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മൈക്ക ഷീറ്റ് എടുത്താണല്ലേ, വുഡൻ മൈക്ക കണ്ടല്ലോ. ഈ മൈക്ക ഷീറ്റ് എത്ര വേണമെന്ന് പറയണമെങ്കിൽ അതിൻ്റെ കട്ടിങ് ഡയഗ്രാമത്തിൽ പോയി കഴിഞ്ഞിട്ട് ഇതേപോലെ കോൺഫിഗറേഷൻ അഡ്വാൻസ്ഡ് ആക്കുക. ബ്ലേഡിൻ്റെ ട്രിമ്മിങ് എല്ലാം കളയാം, ലെഫ്റ്റ് ഓവറും എല്ലാം കളഞ്ഞിട്ട് നമ്മൾ ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഒരൊറ്റ വുഡൻ മൈക്ക ഷീറ്റാണ് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ എന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടി. മനസ്സിലായില്ലേ? അങ്ങനെ പിന്നെ എന്താ വേണ്ടത്? പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇതേപോലെ സിൽവർ ഗ്രേ ആണെങ്കിൽ അതിൻ്റെ കട്ടിങ് ഡയഗ്രാം ഇതേപോലെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതും കിട്ടും. കണ്ടോ, ഒരു ഷീറ്റ് മതി എന്ന് ഇവിടുന്ന് കിട്ടി. അപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, അതായത് എത്ര ഷീറ്റ് വേണമെന്നുള്ളതൊക്കെ. മനസ്സിലായില്ലേ? ഐഡിയ അല്ല, കറക്റ്റായിട്ട് അതിൽ വരുന്നത് ഒരു ഷീറ്റ് വേണമെന്നുള്ളത്. ലെഫ്റ്റ് ഓവർ ബാക്കി എത്ര ഉണ്ടാവും എന്നുള്ളത് നമുക്കിവിടെ കാണാം. അങ്ങനെ വലിയൊരു പീസ് ഇവിടെ വേസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്യണമെങ്കിൽ ഇതിൽ നമുക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ പിന്നെന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ കാർക്കേസിൻ്റെ ലിനൻ മൈക്കാണ്. അതും ഇതുപോലെ നമുക്ക് എടുത്ത് നോക്കാം. എത്ര ഷീറ്റ് ലിനൻ മൈക്ക് എടുക്കേണ്ടി വരും എന്നൊക്കെ അറിയണമെങ്കിൽ ഇതേപോലെ ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കൂടുതൽ ബേസ് ഉള്ളതുകൊണ്ട് കുറച്ച് സമയം എടുക്കുന്നതാണ്. അത് അഡ്വാൻസ്ഡ് ഒപ്റ്റിമൈസേഷൻ കൊടുത്തതുകൊണ്ട് സമയം കൂടുതലെടുക്കും. കേട്ടോ, 11 ഷീറ്റ് വേണമെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് കുറേ വലിയ പീസുകളൊക്കെ വരുന്നുണ്ട്. ഫുൾ വാർഡ്രോബിന് അങ്ങനെ അടിക്കാനുള്ളതല്ലേ, അതുപോലെ 2 സൈഡും മൈക്ക് വേണം. അപ്പോൾ അത് 11 ഷീറ്റ് എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട് കട്ടിങ് ഡയഗ്രാം നമുക്ക് നോക്കണ്ട, ഫാക്ടറിയിൽ അവർ കട്ട് ചെയ്യും. പക്ഷെ നമുക്ക് എടുത്തു കൊടുക്കണം മെറ്റീരിയൽ എത്ര വേണമെന്നൊക്കെ ഉള്ളത്. അത് വേണ്ടി നമുക്കിവിടെ 11 കിട്ടി കഴിഞ്ഞാൽ ഉപകാരമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നോക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അപ്പോൾ എന്താ പറയുക കട്ടിങ് ലിസ്റ്റിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വീഡിയോ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാനുള്ളത്. കട്ടിങ് ലിസ്റ്റ് എടുക്കുന്നതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്തത്.
അതുകൂടാതെ നമുക്കിവിടെ ഇതിൽ ഈ ഒരു പ്ലഗിനിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഡ്രോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഡ്രോ എന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ കാണാം. വിത്തൗട്ട് കളർ ഒപ്പേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ ഒന്ന് ജനറേറ്റ് കാണിച്ചു തരാം. നമ്മുടെ വാർഡ്രോബിൻ്റെ ഒരു പടമാണ് ഇവിടെ നമുക്ക് കിട്ടുക. അതിൽ തന്നെ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലോർഡ് വ്യൂ നമുക്കിങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ വേണമെങ്കിൽ ഫ്രണ്ട് വ്യൂ വേണോ, റിയർ വ്യൂ വേണോ, ബോട്ടം വ്യൂ വേണോ എന്നുള്ളത് ഇവിടെ നിന്ന് കൊടുക്കാം. മനസ്സിലായില്ലേ? അത് നമുക്ക് അതായത് ഇപ്പോൾ സൈറ്റിൽ ഇങ്ങനെ അസംബിൾ ചെയ്യാനുള്ള ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയൊക്കെ വേണമെങ്കിൽ ഒരു എക്സ്പ്ലോർഡ് വ്യൂ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഡ്രോ എടുത്ത് കഴിയുമ്പോൾ ഒരു കോൺഫിഗറേഷൻ അതുപോലെ തന്നെ ലേഔട്ട് ഉണ്ട്. നമുക്ക് കളർ വേണമെങ്കിൽ കളർ കൊടുക്കാം. കളർ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അകത്ത് കൂടി കാണുന്ന രീതിയിൽ വേണം, അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഇതിന് ലേബൽ വേണോ വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. മനസ്സിലായില്ലേ? അവരിലെ ഇതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലേബലിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ട് വേണം എന്നുള്ളത്, നീളത്തിൽ വേണോ ഷോർട്ടായിട്ട് വേണോ, കളർ വേണോ കളർ വേണ്ട എന്നുള്ളതൊക്കെയാണ്. കോൺഫിഗറേഷനിൽ അവർ പറയുന്നത് A4 സൈസിൽ വേണമെങ്കിലും അതിന് വിഡ്ത്ത് എത്ര, ഹെഡർ വേണോ ഹെഡർ വേണ്ടേ, കാരണം നമ്മുടെ ഫയലിന് വേറെ ഹെഡർ, ഞാൻ ഹെഡർ കൊടുക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്യാമറ പൊസിഷനൊക്കെ നമുക്ക് സെറ്റ് ചെയ്തൊക്കെ വയ്ക്കാം. ഇതിൻ്റെ ആവശ്യമില്ല, എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. കളർ കൊടുത്ത് വന്നത് ഇങ്ങനെ ഇരിക്കും നമ്മുടെ വാർഡ്രോബ്. നേരത്തെ പറഞ്ഞ പോലെ വുഡൻ, ഇവിടെ സിൽവർ, ബാക്കിയെല്ലാം മൈക്കൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് ലേഔട്ട് എന്നുള്ള സ്കെച്ചപ്പിൻ്റെ ലേഔട്ടിലേക്ക് ഇട്ടിട്ട് നിങ്ങൾ ഡയമെൻഷനൊക്കെ മാർക്ക് കൊടുക്കുക, അങ്ങനെ ചെയ്യാം. പ്രിൻ്റ് എടുത്ത് PDF ആയിട്ട് വയ്ക്കാം. എക്സ്പ്ലോർഡ് വ്യൂ ആയിട്ട് ഇങ്ങനെ എടുത്തിട്ട് പ്രിൻ്റ് എടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ജസ്റ്റ് ഞാൻ പറഞ്ഞതുള്ളൂ. നമുക്ക് മെയിനായിട്ട് വേണ്ടത് നേരത്തെ കണ്ടതുപോലെ ഇതേപോലെ ഒരു കട്ടിങ് ലിസ്റ്റാണ് നമുക്ക് എടുക്കേണ്ടത്. അത് നമ്മളെങ്ങനെ എടുക്കുമെന്ന് ഇപ്പോൾ കണ്ടു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് അതാണ് പറയാനുണ്ടായിരുന്നത് മെയിനായിട്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലൊക്കെ പറയാം. എന്തെങ്കിലും ഞാൻ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്താനും ശ്രമിക്കുക. ഞാൻ മാക്സിമം ഒഴിവാക്കാനാണ് നോക്കിയത്. എന്നാലും നിങ്ങൾ പറയാം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.